10-20 വർഷമായിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളർത്തിയെടുത്ത പുതിയൊരു സൗഹൃദത്തിന് മങ്ങലേൽക്കത്തക്ക രീതിയിലാണ് ഈ താരിഫ് പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി എന്തും വിളിച്ചു പറയുവാനായിട്ട് റെഡി ആയിരിക്കുന്ന അർണാബ് ഗോസ്വാമിയെ പോലുള്ളവർ പ്രസിഡന്റ് ട്രംപിനെതിരെയും അമേരിക്കക്കെതിരെയും അഡ്മിനിസ്ട്രേഷനെതിരെയും ഈവൻ അമേരിക്കയിലുള്ള ക്യാബിനറ്റിലുള്ള ഇന്ത്യൻ വംശജരായ കാഷ് പട്ടേൽ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഈ താരിഫ് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നമുക്കറിയാം. 27 ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. 2 കാറ്റഗറി ഒഴിവാക്കിയിട്ടുണ്ട്. 1 മെഡിസിൻ, ഫാർമസ്യൂട്ടിക്കൽ, 2 ഫോൺ. ഈ ഷാജൻ പറഞ്ഞതുപോലെ മേ ബി അത് പ്രാബല്യത്തിൽ വരാതിരിക്കാം, മേ ബി അത് കുറച്ചെന്ന് വരാം, മേ ബി അത് സസ്പെൻഡ് ചെയ്തെന്ന് വരാം. അതൊക്കെ ഇനിയും തീരുമാനം ആയിട്ടില്ല. അപ്പൊ ഇതിനകത്തിൽ ഇത് 2 രാജ്യങ്ങളെയും ബാധിക്കും. ഞാൻ 2 രാജ്യങ്ങളെയും ബാധിക്കില്ല എന്നൊന്നും പറയാനും മാത്രം ഞാൻ വിഡ്ഢിയല്ല. ഞാൻ പറഞ്ഞത് പ്രയോറിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി എന്ന് പറയുന്നത് യുഎസിന്റെ എക്കോണമി, യുഎസിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി, യുഎസിന്റെ ഉള്ള ഡൊമസ്റ്റിക് ടെററിസത്തിന്റെ ത്രെട്ട് ഇല്ലായ്മ ചെയ്യുക, അതുപോലെ തന്നെ ഫോറിൻ ടെററിസത്തിന്റെ ത്രെട്ട് ഇല്ലായ്മ ചെയ്യുക. ഇത് നമ്മളെ ഇന്ത്യൻ പ്രോഡക്റ്റിന് മാത്രമല്ല, അല്ലാതെയുള്ള പ്രോഡക്റ്റിനും ഇവിടെ നല്ല കാര്യമായിട്ടുള്ള ഒരു വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയുടെ 50% താരിഫ് ഞാൻ ഒരു 6 മാസത്തെ കൂടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ 60 ദിവസത്തെ കൂടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൽ എന്താണ് തെറ്റ്? ഈ നമ്മുടെ ഡോളർ ഏറ്റവും റെക്കോർഡ് ലെവലിലാണ് ഇന്ത്യ ആയിട്ടുള്ളതിൽ. ഇന്ന് എനിക്ക് തോന്നുന്നു 87-80 ഇന്ന് പോകുന്നത്. അതും ഇതിന്റെ അകത്ത് വലിയൊരു ഘടകമാണ്. ഇത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. റെക്കോർഡ് താഴ്ചയിലാണ് രൂപയുമായിട്ടുള്ള വിനിമയ നിരക്കിൽ പോകുന്നത്. നമസ്കാരം, വാക്കി ടോക്കിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഓഗസ്റ്റ് 27 12 മണിക്ക് തൊട്ട് ഇന്ത്യയുടെ മേലുള്ള അധിക താരിഫ്, പിഴയും അധിക താരിഫും നിലവിൽ വരികയാണ്. ആ ഒരു താരിഫിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വൈറ്റ് ഹൗസും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിനെ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. ശക്തമായി ഈ ഒരു താരിഫിനെ എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ വ്യാപാരം മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് പോകുന്നു. നമ്മുടെ പ്രധാനമന്ത്രി റഷ്യയിൽ പോയതുപോലെ ഇനി ചൈനയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഒക്കെ ട്രാവൽ ചെയ്ത് ഇന്ത്യയുടെ ഈ പ്രോഡക്റ്റ്, പ്രധാനപ്പെട്ട 3-4 മേഖലകളെയാണ് നമ്മൾ ഇന്ത്യയുടെ ഈ താരിഫ് കൃത്യമായിട്ട് ബാധിക്കാൻ പോകുന്നത്. ആയിരക്കണക്കിന് ജോലി നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇതിനകത്തൊരു വ്യത്യാസം വന്നില്ലെങ്കിൽ. നിലവിൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നും പിന്മാങ്ങാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം ഒരു ഈഗോയുടെ പുറത്ത് രാജ്യങ്ങൾ തമ്മിൽ കുസ്തി പിടിക്കുന്നത് പോലെ, വ്യക്തികൾ തമ്മിൽ കുസ്തി പിടിക്കുന്നത് പോലെ ഈ താരിഫ് വൺസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതൊരു നെഗോഷിയേഷൻ ടാക്ടീസ് ആയിട്ടാണ് നമ്മുടെ പ്രസിഡന്റ് ട്രംപിന്റെ സാധാരണ രീതിയിൽ വെച്ച് ഇന്ത്യ ഒരു സൗഹൃദ 10-20 വർഷമായിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളർത്തിയെടുത്ത പുതിയൊരു സൗഹൃദത്തിന് മങ്ങലേൽക്കത്തക്ക രീതിയിലാണ് ഈ താരിഫ് പ്രഖ്യാപിച്ചത്. അത് ചൈനയെക്കാളും കൂടുതൽ താരിഫ്, ചൈനയുമായിട്ടുണ്ടായിരുന്ന താരിഫ് യുദ്ധമൊക്കെ കഴിഞ്ഞ് അത് ഇന്ത്യക്കുള്ള താരിഫ് കുറച്ചു. എല്ലാ താരിഫുകളും ചൈനയ്ക്കുള്ള താരിഫൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയുടെ ഈ ഒരു താരിഫ് വർധന അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം ഡയമണ്ട് ബിസിനസിന്റെ കാര്യത്തിൽ, അതുപോലെ വസ്ത്ര വ്യാപാര രംഗത്ത് ഇതിനൊക്കെ ഒരു കോമ്പറ്റീറ്റേഴ്സും ഒക്കെ നിലവിൽ ഉണ്ട്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ തുണിത്തരങ്ങളൊക്കെ പല രീതിയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് ഈ ട്രംപ് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇന്ത്യയോട് ഇത് പെരുമാറുന്നതിന്റെ കാരണം നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാലും എന്തൊക്കെയോ അത് കൂടാതെയുള്ള കാരണങ്ങളുണ്ട്. പലരും പല സ്പെക്കുലേഷനും രീതിയിൽ പറയുന്നുണ്ട് പ്രസിഡന്റിന്റെ ഈ രീതി ശരിയല്ല എന്ന്. അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധര് ഇതിനെ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എതിർക്കുന്നുണ്ട്. അപ്പൊ ഷാജന് ഇപ്പൊ നമ്മൾ ഇതുവരെയുള്ള ഈ കാര്യങ്ങൾ, പക്ഷെ ഇതിനെക്കുറിച്ചൊരു കുറച്ചുകൂടെ ട്രംപിന്റെ ഈ ഒരു ഇതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നു, ഇന്ത്യക്ക് എന്ത് നഷ്ടമുണ്ടാകുന്നു എന്നുള്ളത് പോലെ തന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക്, അതായത് അമേരിക്കയിൽ ജീവിക്കുന്ന 5 മില്യണോളം വരുന്ന ഇന്ത്യക്കാരെ ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് പ്രസിഡന്റിന്റെ ഈ ഒരു ട്രേഡ് താരിഫിലുള്ള കടുംപിടുത്തത്തിന് ഉള്ള സാധ്യത? അത് നമ്മളെ എങ്ങനെയാണ് അത് ബാധിക്കാൻ പോകുന്നത്? ഞാൻ ഇതിന്റെ കോണ്ടെക്സ്റ്റില് ഞാൻ 2 ഭാഗങ്ങളും കേൾക്കുന്ന ഒരാളാണ്. 2 ഭാഗത്തുള്ളവരോടും നിരന്തരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്ന് വൈകിട്ടും
പ്രസിഡന്റ് ട്രംപിന്റെ ക്യാമ്പയിന്റെ ചുക്കാൻ പിടിച്ച അമേരിക്ക ഫസ്റ്റ് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോ ട്രംപ് ഓർഗനൈസേഷൻ ഉണ്ട്, AFPI. പ്രോ ട്രംപ് എന്ന് പറയാൻ പറ്റത്തില്ല. 2020 ഇലക്ഷന് പ്രസിഡന്റ് ട്രംപ് മുൻകൈ എടുത്ത് തന്നെ തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ്. ഇപ്പോഴത്തെ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രൂക്ക് റോളിൻസ് ആയിരുന്നു അതിന്റെ സ്ഥാപകരിൽ ഒരാൾ. അപ്പൊ ഞാൻ AFPI അവരെ എല്ലാ കാര്യത്തിലും അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് അവരുടെ ആ ഓർഗനൈസേഷന്റെ പേര് തന്നെ, അമേരിക്ക ഫസ്റ്റ് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട്, AFPI. ഞാൻ അതിന്റെ ഒരു ഡയറക്ടറോട് ഞാൻ ഇന്ന് സംസാരിച്ചു. ഞാൻ സംസാരിച്ചത് വേറൊന്നുമല്ല, മറു സൈഡിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് അടുപ്പമുള്ള, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അടുപ്പമുള്ള ചില വ്യക്തികളോടും, പ്രത്യേകിച്ച് മാധ്യമ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്കും വെച്ചിട്ട് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെങ്കിലും ഈ ഒരു നെഗോസിയേഷന് ചെയ്യാൻ പറ്റുമോ? നമ്മൾക്ക് ബന്ധമുള്ള ഓർഗനൈസേഷൻസ്, ഈ AFPI പോലെ പ്രസിഡന്റ് ട്രംപിന്റെ ക്യാബിനറ്റിലെ ഒരു നല്ല ശതമാനം ആളുകളും ഈ AFPI-യിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സോ ആ ഒരു ഓർഗനൈസേഷന് വലിയൊരു സ്വാധീനമുണ്ട്. എനിക്ക് ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ചിലരുമായിട്ട് എനിക്ക് അടുത്ത സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ ഒരു സ്കോപ്പ്, നമുക്ക് എങ്ങനെയാണ് ഇതിന് ഒരു ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നത്? എന്തായാലും ഇതൊരു ആവശ്യകതയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള ഇന്ത്യൻ ഡിസെൻഡന്റ് ആയിട്ട് അമേരിക്കയിൽ വന്ന് താമസിക്കുകയും കൺസർവേറ്റീവ് വാല്യൂസിന് വേണ്ടി പ്രസിഡന്റ് ട്രംപിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. അപ്പൊ ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിങ്, ഈ ഒരു ഡിപ്ലോമാറ്റിക് ഡിസ്റ്റൻസിങ് അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അകൽച്ച ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിതിനൊരു സൊല്യൂഷൻ വേണം. അപ്പൊ ഓൾറെഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2 ലോബിയിങ് ഫേമിനെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പൊ ഞാൻ വായിച്ചു, ഒരു ബ്രാൻഡ് ന്യൂ ലോബിയിങ് ഫേമിനെ കൂടെ ഓൾറെഡി ഇന്നോ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ആ സമയത്തോടുകൂടി ഹയർ ചെയ്തിട്ടുണ്ട്. അതിനു മുൻപേ പ്രസിഡന്റ് ട്രംപിന്റെ അഡ്വൈസർ ആയിരുന്ന ജെയ്സൺ മില്ലറിന്റെ മായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസർവേറ്റീവ് ലീനിങ് ആയിട്ടുള്ള ഒരു ലോബിയിങ് ഓർഗനൈസേഷനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും പൈസ കൊടുത്താണ് അത് ഹയർ ചെയ്യുന്നത്. അതെല്ലാം ഈ നെഗോസിയേഷന് വേണ്ടി ഗവൺമെന്റ് ഹയർ. അപ്പൊ ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താരിഫ് ഇഷ്യൂ സെറ്റിൽ ചെയ്ത് അമേരിക്കയുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ പോകണം എന്നുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അമേരിക്കൻ വിരുദ്ധ പോസ്റ്റുകളും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ അർണാബ് ഗോസ്വാമി ഇന്ത്യയിലെ എന്താ പറയാ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഡിബേറ്ററാണ് അർണാബ് ഗോസ്വാമി. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ നിന്ന് ഒരു ദാക്ഷിണ്യമില്ല. നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി എന്തും വിളിച്ചു പറയുവാനായിട്ട് റെഡി ആയിരിക്കുന്ന അർണാബ് ഗോസ്വാമിയെ പോലുള്ളവർ പ്രസിഡന്റ് ട്രംപിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും അഡ്മിനിസ്ട്രേഷനെതിരെയും ഈവൻ അമേരിക്കയിലുള്ള ക്യാബിനറ്റിലുള്ള ഇന്ത്യൻ വംശജരായ കാഷ് പട്ടേൽ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ പ്രത്യേകിച്ച് റിപ്പബ്ലിക് TV വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് കഴിഞ്ഞ കുറച്ച് നാൾ, പ്രത്യേകിച്ച് ഈ താരിഫ് ഇഷ്യൂ അതിനോടുള്ള കോണ്ടക്സ്റ്റ്. പക്ഷെ താരിഫ് ഇഷ്യൂ കൂടാതെ ഞാൻ ആ ചാനലിൽ ഇടയ്ക്ക് പോകുന്നത് കൊണ്ട് ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഇന്ത്യയിലെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള പല ആളുകൾക്കും ഈ താരിഫ് ഇഷ്യൂവിനെക്കാട്ടിൽ പ്രയാസം എന്ന് പറയുന്നത് പ്രസിഡന്റ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഇപ്പോഴത്തെ ഗവൺമെന്റ് പാകിസ്ഥാനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ആളുകളെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. അപ്പം ചുരുക്കത്തിൽ മൊത്തത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷനിൽ ഒരു മൊത്തത്തിലുള്ള ഒരു കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയ ഇന്ത്യൻ അംബാസഡറിനെ പ്രസിഡന്റ് ട്രംപ് അപ്പോയിന്റ് ചെയ്യിച്ചു. സെർബിയോ ഗോർ എന്ന് പറഞ്ഞ
പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള, അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരാളെ, 38 വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് പ്രസിഡന്റ് ട്രംപ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഓഫ് കോഴ്സ് സെനറ്റിന്റെ കൺഫർമേഷൻ ഒക്കെ വേണം, അതിനൊന്നും പാടൊന്നുമില്ല, എല്ലാ കൺഫർമേഷനും സെനറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡർ ആവും. അത് എന്തുകൊണ്ടാണ്? ഇന്ത്യ ചൈനയുമായിട്ട് അടുക്കുന്നു, ഇന്ത്യ ബ്രിക്സിനകത്തുള്ള ഇന്ത്യയുടെ റോള്. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഞാന് ഇവിടെയാണെങ്കിലും പ്രോ BJP എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ BJP ഗവൺമെന്റിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പിന്തുണയ്ക്കുന്ന ഈ നമ്മുടെ റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് എനിക്ക് ലഭിച്ച ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അവരിപ്പോൾ ഇതിൽ കുറ്റം പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ ഒരു ഇഷ്യൂ ഇത്രയും വൾഗർ ആയതിന്റെ കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഭാഗത്തു നിന്നുണ്ടായ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ലീഡർഷിപ്പ്, അവർ പ്രത്യേകിച്ച് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ പോലുള്ളവരുടെ ഒരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ആണ് ഈ ഒരു ഇഷ്യൂ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഇങ്ങനെ ഒരു ടഗ് ഓഫ് വാറിലേക്ക് പോകാനും ഒരു ഈഗോ ക്ലാഷിലേക്ക് പോകാനുമുള്ള കാരണം എന്നുള്ളതാണ് ഞാൻ സംസാരിച്ച പ്രോ BJP ആയിട്ടുള്ള ഇവിടുത്തെ റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾ എനിക്ക് തന്ന ഒരു ഫീഡ്ബാക്ക്. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ പാകിസ്ഥാൻ ഇഷ്യൂവിൽ നിങ്ങളുടെ നിലപാട് എന്താണ്, ഈ താരിഫ് ഇഷ്യൂവിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? കാരണം എനിക്കറിയണമല്ലോ, ഞാൻ ഈ ചർച്ചകൾക്ക് പോകുന്നത് കൊണ്ട് ഇവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കണം. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം ഈ ഹൗഡി മോഡി എന്ന് പറഞ്ഞ ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തില്ല. അതിൽ വൺ ഓഫ് ദ ഓർഗനൈസേഴ്സ് എന്റെ അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം വളരെ അപ്സെറ്റ് ആണ് ഈ കാര്യത്തെ ഇന്ത്യ ഗവൺമെന്റ് സമീപിച്ച രീതിയെ അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചു. അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഇന്ത്യയുടെ റഷ്യയും ചൈനയുമായിട്ടുള്ള ഈ റഷ്യയുമായിട്ടുള്ള പുതിയ കൂട്ടുകൂടലല്ല, കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, ഇതൊക്കെ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്തണം. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ന് രാത്രിയിൽ നിലവിൽ വരാൻ പോകുന്ന 50% തീരുവ, 50% റെസിപ്രോക്കൽ ടാരിഫ്, അല്ലെ? അത് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സാധനത്തിന് നിങ്ങൾ ഡ്യൂട്ടി എത്രയാണ് നിങ്ങൾ ടാരിഫ്, അല്ലെങ്കിൽ അവിടെയുള്ള ലാൻഡിങ് ഇമ്പോർട്ട് ടാക്സ് നിങ്ങൾ ചുമത്തുക, അത്രയും തന്നെ നമ്മൾ ഇവിടെ ചുമത്തും. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 2 കാറ്റഗറി ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് മെഡിസിൻ, ഫാർമസ്യൂട്ടിക്കൽ, 2 ഫോൺ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് തോന്നുന്നു ആപ്പിളിന്റെ ഒരു വലിയ പ്ലാന്റ് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് ആ ഒരു കാറ്റഗറിയും ഫാർമസ്യൂട്ടിക്കൽസും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെ മീഡിയാസ്, നാഷണൽ മീഡിയാസ്, റിപ്പബ്ലിക് TV പോലുള്ള നാഷണൽ മീഡിയാസ് അതിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽസിന് നിങ്ങൾ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നില്ല? ബിക്കോസ് നിങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെന്റ് മൊത്തത്തിൽ തകർന്നു പോകും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്കയുടെ മാത്രമല്ല ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറും തകർന്നു പോകും. അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മരുന്ന് നമ്മൾ ഇവിടെ വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിൽ ആര് വാങ്ങും? അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ ഇതിനകത്തിൽ ഇത് 2 രാജ്യങ്ങളെയും ബാധിക്കും. ഞാൻ 2 രാജ്യങ്ങളെയും ബാധിക്കില്ല എന്നൊന്നും പറയാനും മാത്രം ഞാൻ വിഡ്ഢിയല്ല. പക്ഷെ ഇന്ത്യയെ വളരെ കൂടുതലായിട്ട് ബാധിക്കും. ഇവർക്ക് പറയാം, ഈ ചാനലൊക്കെ ഇരുന്ന് പറയാൻ സുഖമായി, ഇന്ത്യ സെൽഫ് സഫീഷ്യന്റ് ആണ്, ഇന്ത്യ അതാണ്. പക്ഷെ ഇന്ത്യയെ വളരെ മോശമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബിക്കോസ് ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് എത്രയാ? 57 ബില്യൺ, 60 ബില്യൺ അടുത്താണ് US എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ബാധിക്കും. അതുപോലെ തന്നെ റഷ്യയിൽ എത്ര ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്, ചൈനയിൽ എത്ര ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് വേഴ്സസ് അമേരിക്കയിലെ US എത്ര ഇന്ത്യക്കാർ H1B വിസ മുതൽ ട്രാൻസ്ഫർ വിസ തുടങ്ങി R1 വിസ തുടങ്ങി ഇമിഗ്രൻസ് ആയിട്ടുള്ളവര് എത്രയാണ് ജിൻസ് മുമ്പേ പറഞ്ഞതുപോലെ 50 മില്യൺ ഇന്ത്യക്കാരാണ് ഇപ്പോഴത്തെ കണക്ക്. ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരുടെ കണക്ക് ഇല്ലാതെ 4.8 മില്യൺ. 4.8 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50 ലക്ഷം 50 ലക്ഷം ഇന്ത്യൻസ് അമേരിക്കയിലുണ്ട്. ചൈനയിൽ എത്ര പേരുണ്ട്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ഒരു പ്രോ ചൈന പ്രോ റഷ്യ നിലപാടെടുക്കുന്നത്.
50 ലക്ഷം ഇന്ത്യക്കാർ പാർക്കുന്ന ഒരു രാജ്യവുമായിട്ട് ഓഫ് കോഴ്സ് പാകിസ്ഥാനിലുള്ള പാകിസ്ഥാനീസ് ഒന്നും അത്രയൊന്നും ഇവിടെ ഇല്ല. പാകിസ്ഥാനുമായിട്ടുള്ള ഇപ്പം അതിനകത്തിലൊക്കെ ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് പ്രശ്നമുള്ളതിന്റെ പേരിൽ അമേരിക്ക പാകിസ്ഥാനുമായിട്ട് ഡീലിങ്സ് പാടില്ല എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അതിനകത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ഒരു എന്താ പറയാ ഒരു പിന്നെ ഒരു അവലക്ഷണമുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായാലും ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ പാകിസ്ഥാൻ ഈ ഒരു ഗ്യാപ്പിൽ കയറി ഗോൾ അടിച്ചതാണ്. അപ്പൊ ഞാൻ തൽക്കാലം അവിടെ നിർത്താം. അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഒരു എന്താ ഒരു ഞാൻ ജനറലി പറഞ്ഞ ഒരു ഇഷ്യൂ ആണ്. ഇത് നമുക്ക് പരിഹരിച്ചേ പറ്റും. ആരെങ്കിലും പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യയുടെ ഇന്ത്യൻ ഡിസെൻഡന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകളൊക്കെ ഇതിന് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈവൻ കാഷ് പട്ടേലും ഡോക്ടർ ജെ ഭട്ടാചാര്യ പോലുള്ളവരൊക്കെ. ഷാജൻ, ഇത് ഈ പാകിസ്ഥാനികള് ചെറിയൊരു നമ്പർ അല്ല. കാരണം അവര് നിയർലി 2 മില്യൺ അടുത്തുള്ള പാകിസ്ഥാനികൾ അമേരിക്കയിലുണ്ട്. കാരണം അവര് അത് കൂടാതെ തന്നെ വളരെ ഈ ഗവൺമെന്റുമായിട്ടും ഇവിടുത്തെ ഇപ്പൊ ലോബിയിങ് ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന പാകിസ്ഥാനി ഭരണകർത്താക്കൾ ഇവിടെയുണ്ട്. കാരണം പല പൊളിറ്റിക്കൽ മേഖലകളും പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസും ഭയങ്കര കാര്യമായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രസിഡന്റ് ട്രംപിന്റെ വിശ്വാസ്യതയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹം ഈ നമ്മൾ ഇലക്ഷനിൽ മത്സരിക്കുമ്പം അദ്ദേഹം ഈ പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക നുഴഞ്ഞുകയറ്റത്തെയൊക്കെ വളരെ കാര്യമായി എതിർത്ത് ഒരു വൈറ്റ് വോട്ട് ബാങ്കിനെ കൂടെ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഇലക്ഷൻ പ്രചരണത്തിൽ നടത്തിയത്. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ വളരെ കാര്യമായിട്ടുള്ള ആളൊരു തനി കച്ചവടക്കാരന്റെ രീതിയിലാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ മക്കളും ഒക്കെ ആയിട്ട് പാകിസ്ഥാനിലെ ഭരണ നേതൃത്വവും ഒക്കെ ആയിട്ട് ഇപ്പോൾ കൂട്ടുകച്ചവടത്തിന്റെ ഒരു പ്രതിഫലനം ഇതിൻ്റെ അകത്തുണ്ട്. ആ പോളിസി ഷിഫ്റ്റിംഗ് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക കാലാകാലങ്ങളായിട്ട് ഇന്ത്യ ചേരിചേരാ നയം പുലർത്തിക്കൊണ്ട് പോന്നപ്പോഴും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പാകിസ്ഥാന് വേണ്ട വിധത്തിലുള്ള ആയുധങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇത് ആദ്യം തുടക്കത്തിൽ ഇത് പറഞ്ഞു റഷ്യയുടെ ഓയിലാണ് വിഷയം. അത് ഇന്ത്യ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. റഷ്യയുടെ ഓയിൽ ഇന്ത്യ മേടിക്കുന്നത് പോലെ തന്നെ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ മേടിക്കുന്ന വേറെ പല രാജ്യങ്ങളുമുണ്ട്. കൃത്യമായിട്ട് അക്കമിട്ട് പറഞ്ഞു. അപ്പൊ അതൊരു വിഷയമല്ല. അതായത് നമ്മളൊരു പോളിസിയിൽ എടുക്കുമ്പോൾ ഒരു ഇരട്ടത്താപ്പല്ല. ഇതിന്റെ അകത്ത് ഈ ഹിഡൻ അജണ്ട പ്രസിഡന്റിന് ഒരു വിധത്തിലും, കാരണം ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം ഒരു 10-15 വർഷമായിട്ട് വളർന്നു വന്ന ആ ഒരു സൗഹൃദ ബന്ധത്തെ, പ്രത്യേകിച്ച് ട്രംപിനെ സപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ കമ്മ്യൂണിറ്റി 80% ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുകയും ട്രംപിന്റെ ഇലക്ഷൻ ഭാഗമാക്കുകയും ഒരു വിധത്തിലും ഒരു നയതന്ത്ര ബന്ധത്തിൽ പ്രകടമാകാത്ത രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പരസ്യമായി ട്രംപിന് വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്ത ഒരു പ്രസിഡന്റ് ആണെന്ന് നോക്കണം. അപ്പൊ ആ വിശ്വാസ്യത എവിടെ പോയി? ആ വിശ്വാസ്യത നിലനിർത്തുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത് ഞാൻ ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനെ മാത്രമേ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം. അത് മാത്രമല്ല, പ്രസിഡന്റ് ഇപ്പൊ ഈ പറഞ്ഞ ഇന്ത്യയുമായിട്ടുള്ള ഈ താരിഫ് പ്രഖ്യാപനത്തിൽ ഇപ്പൊ നെഗോഷിയേഷന് വേണ്ടി ഇങ്ങനെ ഒരു 25% പിഴയും. അപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല പ്രോഡക്റ്റിനും ഈ റേറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ 2% ഇരുന്നാണെങ്കിൽ നമുക്കിപ്പോ 52% താരിഫ് അതിനകത്ത് വരും. അപ്പം ഈ നെഗോഷിയേറ്റ് നിങ്ങളുടെ ഒരു നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് നെഗോഷിയേഷൻ ടാക്ടിക്സ് ആണ് ഇരിക്കുന്നത്? ഇപ്പൊ ഒരേ തരത്തിലുള്ള നെഗോഷിയേഷൻ തന്നെ നമുക്ക് നടത്താൻ പറ്റുമോ? ട്രംപ് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നെഗോഷിയേറ്റ് ചെയ്യുന്നു. എന്നാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഇപ്പൊ അഗ്രികൾച്ചർ മേഖലയിൽ ഇന്ത്യയിലേക്ക് ഒരു കടന്നുകയറ്റത്തിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ കടന്നുകയറ്റത്തിന് അമേരിക്ക എതിർക്കുന്നു. ഇതൊക്കെ പൊതുവായിട്ട് പറയാനാണ്. ഇപ്പൊ ഷാജൻ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ രാജ്യങ്ങളല്ല ഇതിനുള്ള നെഗോഷിയേഷൻ തുടങ്ങുന്നത്. കാരണം ഇന്ത്യ നല്ല പൈസ മുടക്കി തന്നെ ലോബിയിങ് ഗ്രൂപ്പുകളെ അസൈൻ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെയും ചെയ്തിട്ടുണ്ട്. ലോബിയിങ് ഗ്രൂപ്പുകൾ ഇല്ലാതെ അമേരിക്കയിൽ കോക്കസ് ഗ്രൂപ്പുകൾ, ഇപ്പൊ നമ്മുടെ സെനറ്റർമാരും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും കൂടുന്ന സമോസ കോക്കസ്, ഈ കോക്കസിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന അതൊക്കെ ആ രീതിയിൽ ടാക്കിൾ ചെയ്തിട്ടാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പോകുന്നത്. അപ്പൊ എവിടെയോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് ഇത് പരാജയപ്പെട്ടു. ആ ഒരു സ്ട്രെയിൻ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ കോക്കസിനെ വെച്ചിട്ട് ഈ നെഗോഷിയേഷന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. അല്ലെ, ട്രംപിന് അത് കൈകാര്യം ചെയ്യുന്നതിന് അമേരിക്കയുമായിട്ടുള്ള ഈ ബന്ധങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ഇന്ത്യക്കാരെ ഇത് ബാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു സെക്ഷനിൽ പറയാം. ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശ്വാസ വഞ്ചന കാണിച്ചു എന്നാണ് ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹം വിശ്വസിക്കുന്നത്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല ജിൻസെ. അങ്ങനെ ഒരു വിശ്വാസ വഞ്ചന എന്നുള്ള ആ ഒരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ലിബറൽസ് പറയുന്നത് പോലെയാണ്. അവർ പറയുന്നത് ഇനി ട്രംപ് ഈസ് നോട്ട് ട്രസ്റ്റബിൾ.
ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി. സി ജിൻസ് തന്നെ പറഞ്ഞു ഈ അമേരിക്ക എന്നുള്ള എസ്പെഷ്യലി ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ട്രംപ് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് അമേരിക്ക ഫസ്റ്റ്. അപ്പൊ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് തന്നെയാണ് പുള്ളി പ്രാധാന്യം. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. ഇപ്പൊ ബാക്കിയുള്ളതിനകത്ത് പൊളിറ്റിക്സ് ഈസ് ഓൾവേസ് അബൌട്ട് ട്രാൻസാക്ഷൻസ് അല്ലെ. നമ്മൾ പ്രസിഡന്റ് ട്രംപിനെ ഒരു ട്രാൻസാക്ഷണൽ ലീഡറായിട്ട് തന്നെയാണ് കാണുന്നത്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഈസ് എ ട്രാൻസാക്ഷണൽ ലീഡർ. അതായത് ജിൻസന് ഞാൻ 10 രൂപ തന്നു കഴിഞ്ഞാൽ ജിൻസിന്റെ കയ്യിൽ നിന്ന് എനിക്ക് 10 രൂപയുടെയെങ്കിലും പ്രയോജനം മിനിമം ഉണ്ടാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനും ജിൻസും തമ്മിൽ ഒരു ബന്ധമില്ല. അതാണ് പുള്ളിയുടെ പോളിസി. അതിനകത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ആസ് എ ബിസിനസ് മാൻ ഞാൻ പറയുകയാണ്, ഞാൻ 10 രൂപ ജിൻസിന് ചെലവാക്കുന്നുവെങ്കിൽ അൺലെസ് അതർവൈസ് ഇറ്റ് ഈസ് ചാരിറ്റി ആണെങ്കിൽ ഓക്കെ, ചാരിറ്റി അല്ല എങ്കിൽ ഞാൻ ജിൻസിന് ആ ഒരു പോയിന്റ് ട്രാൻസാക്ഷൻ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ എന്ന് വെച്ചാൽ എല്ലാ സെഗ്മെന്റിന്റെയും വെൽഫെയർ, അതായത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ സെഗ്മെന്റിനെയും കേറ്റർ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞത് പ്രയോറിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി എന്ന് പറയുന്നത് യുഎസിന്റെ എക്കോണമി, യുഎസിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി, യുഎസിന്റെ ഉള്ള ഡൊമസ്റ്റിക് ടെററിസത്തിന്റെ ത്രെട്ട് ഇല്ലായ്മ ചെയ്യുക, അതുപോലെ തന്നെ ഫോറിൻ ടെററിസത്തിന്റെ ത്രെട്ട് ഇല്ലായ്മ ചെയ്യുക, ബോർഡർ ക്രൈസിസ്, അങ്ങനെ കുറെ സെഗ്മെന്റുകൾ ഓയിൽ ഇഷ്യൂ, അങ്ങനെ പുള്ളിക്കാരൻ നമ്പർ ഇട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഡേ 1 മുതൽ പുള്ളി തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളെ ഒന്നും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ, വിശ്വാസവഞ്ചന എന്ന് പറയാൻ പറ്റില്ല. യെസ്, മറുഭാഗത്ത് നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് വർത്തി അല്ല എന്ന് തോന്നും. കാരണം എന്തുകൊണ്ടാണ്? ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പുള്ളി പറയുന്നു. ഇന്ന് പറയുന്നു ഞാൻ 25% ചെയ്യും, അത് കഴിയുമ്പോൾ പുള്ളി തോന്നുന്നു അത് ചിലപ്പോൾ ഒന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു, അപ്പൊ വളരെ എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്ക് പറയാം ഒരു രാജ്യത്തിന്റെ തലവൻ ഇതൊക്കെ പറ്റിയതാണോ? വൈ നോട്ട്? നമ്മളൊരു കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ നമ്മളത് തിരുത്തണം, ഇല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും? രാജ്യത്തിന്റെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആളൊന്നും അല്ലല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവല്ലല്ലോ. അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു രാജ്യ തലവനാണ്, ഈസ് എ ഡിപ്ലോമാറ്റ്, ഈസ് എ വേൾഡ് ലീഡർ. അദ്ദേഹത്തിന് തെറ്റുകൾ പറ്റാം. അപ്പൊ പുള്ളി എടുത്ത ഒരു തീരുമാനം. ഇപ്പൊ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ ഒരു പക്ഷെ 12 മണിക്ക് മുന്നേ ചിലപ്പോൾ പുള്ളി പറയും ഞാൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറയാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. കാരണം എന്താണെന്നറിയോ? ആരെങ്കിലും അഡ്വൈസ് ചെയ്യും, ആരെങ്കിലും ചിലപ്പോൾ അഡ്വൈസ് ചെയ്ത് കാണും. ദർ ഈസ് എൻ ഓപ്ഷൻ, ദർ മേ ബി എ പ്രോബബിലിറ്റി ദാറ്റ് ദേ വിൽ കട്ട് ഡൗൺ ദ താരിഫ്. Why not we discontinue this for at least for another 60 days? ഒരു പക്ഷേ പുള്ളി 12 മണിക്ക് മുന്നേ ചിലപ്പോൾ പറഞ്ഞിരിക്കും ഇന്ത്യയുടെ 50% താരിഫ് ഞാൻ ഒരു 6 മാസത്തെ കൂടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു 60 ദിവസത്തെ കൂടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൽ എന്താണ് തെറ്റ്? അതിൽ എന്താണ് തെറ്റ്? അങ്ങനെ ഒരാൾ പറയുമ്പോൾ അതുകൊണ്ട് ട്രസ്റ്റ് പോകുന്നത് എന്തിനാണ്? അതിന്റെ പേരിൽ എങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറയാൻ പറ്റും? ഞാൻ അതിനോട് യോജിക്കുന്നില്ല. വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ എഗ്രിമെന്റ് വെച്ച് ഒരു കാര്യം ചെയ്യാതെ വരുമ്പോഴാണ് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്. ഇന്ത്യയോട് പുള്ളി ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ ഒരു ഡീല് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ റഷ്യ യുക്രൈൻ ഇഷ്യൂ സെറ്റിൽ ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ റഷ്യക്ക് പമ്പ് ചെയ്യുന്ന ഓയിലിന്റെ എമൗണ്ട് നിങ്ങളൊന്ന് കുറയ്ക്കുക. യുക്രൈൻ റഷ്യ വാറിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യ വാങ്ങിയ റഷ്യൻ ഓയിലിന്റെയും ഇപ്പോൾ വാങ്ങുന്ന റഷ്യൻ ഓയിലിന്റെയും ക്വാണ്ടിറ്റി ഒന്ന് നോക്കിയേ, തീർച്ചയായിട്ടും അതിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താണ്? നമ്മൾ അവിടുന്ന് റഷ്യയിൽ നിന്ന് ന്യൂക്ലിയർ എനർജിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നില്ലേ? ഉണ്ട്. കാരണം എന്താണ്? ഈ രാജ്യം ഇതിന്റെ പവർ, എന്റെ എനർജി ആൻഡ് പവർ ന്യൂക്ലിയർ പവറിനെ ബേസ് ചെയ്തായിരിക്കുന്നത്. ഇന്ത്യക്ക് ആ വിഷയമില്ല. ഇന്ത്യക്ക് എവിടുന്ന് വേണമെങ്കിലും ഓയിൽ കിട്ടും. അപ്പൊ അത് പുള്ളി പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നത് നിങ്ങൾ ന്യൂക്ലിയർ എനർജി നിങ്ങൾ വാങ്ങിക്കുന്നില്ലേ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബാക്കിയൊക്കെ ശരിയാണ്. ഈ ഒരു ഇഷ്യൂവിനകത്ത് പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയ വീഴ്ചകൾ ഇതാണ്. അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പുള്ളിയുടെ ആ ഒരു നിലപാടിൽ പുള്ളി നിന്നപ്പോൾ പുള്ളിക്ക് ചില കാര്യങ്ങളിൽ ആ നിലപാടില് പറ്റീഷയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ നിലപാട് ട്രംപിന്റെ, നമ്മുടെ പ്രസിഡന്റിന്റെ ഒരു അന്തവും കുന്തവും ഇട്ടിട്ടുള്ള ഒരു ഇടപാട്, അത് ഇന്ത്യയായിട്ട് മാത്രമല്ല. ഈ താരിഫ് തുടങ്ങുന്നത് ഇപ്പൊ പ്രോ ചൈന എന്നൊക്കെ പറയുന്നതിന്റെ അകത്ത് ഈ ട്രംപിന്റെ പോളിസിക്കകത്ത് എന്നാ പറഞ്ഞ ഒരു ജിഗ്ലി വിഗ്ലി
ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ പ്രസിഡന്റ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം കൃത്യമായിട്ട് ഇപ്പം അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ ക്യാമ്പയിന്റെ ഒരു മോട്ടോയാണ്. അതിനെ കൊണ്ട് എല്ലാം നമുക്ക് ഷാജൻ പറയുന്ന പോലെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റിയല്ല. ഇതിനെ ഇപ്പം ഈ നമ്മുടെ ഇതിനെക്കുറിച്ച് എന്താണ് പറ്റീഷിക്ക് തോന്നുന്നത്? ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇപ്പോ ഷാജൻ ഇപ്പൊ പറഞ്ഞില്ല, അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്, നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ക്യാമ്പയിനിലായാലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെയാണ്. നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. അമേരിക്ക ഗ്രേറ്റ് ആകണം, അമേരിക്ക ഫസ്റ്റ് ആകണമെന്ന് തന്നെയാണ് ഏതൊരു അമേരിക്കക്കാരനും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഷാജൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, തെറ്റിയ പറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചിലപ്പോ 25 എന്നുള്ളത് 50 ആക്കിയത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 200 അല്ലെങ്കിൽ 300 എന്നുള്ളതൊക്കെ ചില രാജ്യങ്ങൾക്ക് കുറച്ചു കൊണ്ടുവന്നത്, 34 എന്ന് പറഞ്ഞത് കുറച്ചത്, അത് ഒരു സമയത്ത് പറഞ്ഞത് പിന്നീട് അത് മാറ്റി പറഞ്ഞതൊക്കെ ചിലപ്പോൾ തെറ്റി പറ്റിയിരിക്കാം, വിശ്വാസവഞ്ചന അല്ലെന്ന് പറഞ്ഞു. സോ അതുപോലെ തന്നെയാണ് ഇത്രയും നാള് പറ്റിയ ഒരു തെറ്റിനെ അല്ലെങ്കിൽ പറ്റിയ ഒരു മിസ്റ്റേക്കിനെ തിരുത്താനായിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട്. അതായത് നമ്മളും സ്വയം പര്യാപ്തരാകണം. അതെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നോട്ട് ഔട്ട് ഓഫ് ഡിസ്പിറേഷൻ, ഔട്ട് ഓഫ് എ പ്രൈഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മള് ഇരുന്ന് കരയാതെ നമ്മള് ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഉയർന്നു വരണമെന്നാ പറയുന്നത്. സോ ഇപ്പൊ അടുത്ത ദീപാവലി വലിയൊരു ആഘോഷം വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങി സ്വദേശിവൽക്കരണം നടത്തണമെന്നുള്ള ഒരു ആഹ്വാനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ പ്രസിഡന്റ് ഇവിടെ പറയുന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നതും തെറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവർ രണ്ടുപേരും രാജ്യത്തിന്റെ തലവന്മാരാണ്, അതാത് രാജ്യത്തിന്റെ തലവന്മാരാണ്. അതാത് രാജ്യത്തിനെ ബെസ്റ്റ് ആക്കണമെന്നും ഗ്രേറ്റ് ആക്കണമെന്നും ഫസ്റ്റ് ആക്കണമെന്നും ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പൊ പിന്നെ അവരുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയും അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേനും ആർക്കാ വെളിയിൽ നിന്ന് പറയാൻ പറ്റുക നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്? ആർക്കാ പറയാൻ പറ്റുക? അത് വേറൊരു രാജ്യത്തിന്റെ ആൾക്കാർ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാ അത് ന്യായീകരിക്കാൻ പറ്റുന്നത്? അതൊരു കാര്യം. ഇപ്പോ വേറൊരു കാര്യം, ഇപ്പോ ഈ 29-ാം തീയതി മുതല് നമ്മളുടെ ഒരു ഓർഡർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ട്. അതായത് $800 വരെയുള്ള അപ് ടു $800 വരെയുള്ള സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീയില് ഒരു ഇളവുണ്ടായിരുന്നു പണ്ട് യുഎസിലേക്ക് അയക്കുന്ന സാധനങ്ങൾക്ക്. അത് താൽക്കാലികമായിട്ട് സസ്പെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ട്, എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ഇന്നലെ മുതലാണെന്ന് തോന്നുന്നു, ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്കുള്ള എല്ലാത്തരം തപാലുകളുടെയും ബുക്കിങ്ങും ട്രാൻസ്മിഷനും ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാര് ഈ യുഎസിലേക്ക് ഉള്ളവർക്ക് പിന്നെ എന്താ പറയാ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള താരിഫുകളെ കുറിച്ചും അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു വീട്ടുകാരെന്നുള്ള നിലയിലോ അല്ലെങ്കിൽ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ എന്നുള്ള നിലയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മളൊരു കടയിലേക്ക് ചെല്ലുമ്പോൾ ഈ താരിഫ് എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം 27 ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ രാത്രി 12 മണി ആവണം. നമ്മളുടെ ഇവിടെ ഇപ്പോ CST സെൻട്രൽ ടൈം 9:45 ആയിട്ടുള്ളൂ. ഇതുവരെയും അതിന്റെ ടൈം ആയിട്ടില്ല, 27 ആയിട്ടില്ല, ഓഗസ്റ്റ് 27 ആയിട്ടില്ല. പക്ഷെ ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോഴേ താരിഫ് നിലവിൽ വന്നു എന്നുള്ള വാർത്തകളൊക്കെ കൊടുത്തു തുടങ്ങി. ഈ ഷാജൻ പറഞ്ഞതുപോലെ മേ ബി അത് പ്രാബല്യത്തിൽ വരാതിരിക്കാം, മേ ബി അത് കുറച്ചെന്ന് വരാം, മേ ബി അത് സസ്പെൻഡ് ചെയ്തെന്ന് വരാം. അതൊക്കെ ഇനി തീരുമാനം ആയിട്ടില്ല. സോ അതിനിടയിലും നമ്മുടെ ഇന്ത്യൻ സ്റ്റോറുകളിൽ, ഇവിടെയുള്ള ഇന്ത്യൻ സ്റ്റോറുകളിൽ നമ്മള് ഇന്ത്യക്കാർ പോയി, മലയാളികൾ പോയി നമ്മളുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ സാധനങ്ങൾക്കൊക്കെ ഈ താരിഫ് ഈ 27-ന് കൂട്ടുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായ നിമിഷത്തിൽ തന്നെ സാധനങ്ങളുടെ വിലകൾ കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു സത്യാവസ്ഥയാണ്. ഇത് അമേരിക്കൻ സ്റ്റോറുകളിലല്ല, നമ്മളുടെ ഇന്ത്യൻ സ്റ്റോറുകളിലാണ്. അത് വെജിറ്റബിൾസിനായാലും ശരി, മറ്റുള്ള ഗ്രോസറി സാധനങ്ങൾക്കായാലും ശരി, വില അധികരിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിപ്പോ നമുക്ക് ഇവിടെ നമ്മൾ FDI ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പോയി പരാതി കൊടുക്കാം, നമുക്ക് അതിനുള്ള സെല്ലുണ്ട്. അവിടെയാണ്
അതൊരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാത്ത സാധനങ്ങൾക്ക് എങ്ങനെ അവർക്ക് എങ്ങനെ വില കൂട്ടാൻ സാധിക്കും? അതിനെയാണ് ഞാനത് ആലോചിച്ചു ഷാജൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഷാജൻ ഇതെന്നാ ഇന്ത്യൻ സ്റ്റോറുകളിലുള്ള 90% പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ അല്ലെങ്കിൽ 90% ഇപ്പം നമ്മുടെ ഇപ്പൊ പറയാ എന്നാ പറയണേ, ഇവിടുത്തെ നമ്മുടെ ഡിഷ് വാഷിംഗ് സൊല്യൂഷനോ അല്ലെങ്കിൽ നാപ്കിൻസോ ഒക്കെ മാത്രം. പക്ഷെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാപ്കിൻസ് ഇവിടെ വരുന്ന ഇന്ത്യൻ സ്റ്റോറുകളിൽ വരുന്നുണ്ട്. അത് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ 50% താരിഫ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 10 രൂപയ്ക്ക് കിട്ടുന്ന അരി തൊട്ട് നമ്മുടെ എല്ലാ ഭക്ഷണ സാധനങ്ങളും അതുപോലെ ഇന്ത്യൻ പ്രോഡക്റ്റ് ഇവിടെ വരുന്ന എല്ലാ സാധനങ്ങൾക്കും നേരെ, അതായത് 10 രൂപ വന്നാൽ 5 രൂപ കൂടുകയാണ്. അതായത് 50% വർധനവ് അതിനകത്ത് വരുവാണ്. ആ 50% പ്ലസ് അഡീഷണൽ വരുന്ന ഇവര് കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ ഉണ്ടാകുന്ന ടാക്സിന്റെ വർധനവും കൂടെ കൂടുമ്പോൾ നമുക്ക് ഏകദേശം ഡബിൾ ആയിട്ട് വരുവാണ്. ഇത് ആര് ബാധിക്കും? അത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ചയിൽ ഷാജൻ പറഞ്ഞാണ് അത് കടക്കാർ വഹിക്കണമെന്ന്. ഇതിനെതിരെ പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കടക്കാരന് എങ്ങനെ ബിസിനസ് നടത്താൻ പറ്റും? കടക്കാരൻ എങ്ങനെ ബിസിനസ്? ഇത് അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഭാരം മുഴുവൻ വരുന്നത് നമ്മള് ഇന്ത്യക്കാരായിട്ടുള്ള, കാരണം ഇന്ത്യൻ പ്രോഡക്ട്സിന്റെ 90% ഉപയോഗിക്കുന്ന ഇന്ത്യക്കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാം, ഇന്ത്യക്കാർ ഓൺ ചെയ്യുന്ന വലിയ ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ടേൺ ഓവർ ഉള്ള കമ്പനികളുണ്ട്. അപ്പം നമ്മൾ അറിയുന്ന അവരുടെയൊക്കെ കമ്പനികളുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, കുറച്ചൊക്കെ ഇന്ത്യയിലും ഉണ്ട്. അതായത് അത് ഒഴിവാക്കി കൊടുക്കുന്ന കാര്യമില്ല. അതൊക്കെ പക്ഷേ ഒരു BJP സർക്കാരുകളോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളായിരിക്കാം. അവർക്ക് ഓൾറെഡി അവരെ ഒരു ഇന്ത്യൻ കമ്പനി ആയിട്ട് പോലും കണക്കൂട്ടാൻ പറ്റിയല്ല. അവരുടെ വലിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വേറെ പല രാജ്യങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത് ഇന്ത്യയായിട്ടുള്ള ഒരു കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. പക്ഷെ ഈ താരിഫിനെ പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ദുരിതത്തിലാക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഇവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരാണ്. അത് ബാധിക്കുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതിപ്പോ ഷാജൻ പറഞ്ഞതുപോലെ രണ്ട് രാജ്യത്തിനെയും ബാധിക്കുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇത്രത്തോളം താരിഫ്, ഇത്രയും ടാക്സ് മുടക്കേണ്ടി വരുമ്പോഴത്തേനും ഇവിടെ താമസിക്കുന്ന നമ്മൾ ഇന്ത്യക്കാർക്ക് അത് വാങ്ങുമ്പോഴത്തേനും ഇത്രയും അധികം നമ്മൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു എന്നുള്ളതും ഒരു പിന്നെ സങ്കടകരമായ കാര്യം തന്നെയാണ്. പിന്നെ ഇതേ സാധനം തന്നെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറുകളിലും ഉണ്ട്, നമുക്ക് ലഭിക്കും. ഇതേ സാധനങ്ങൾ ഇവിടുത്തെ അമേരിക്കൻ സ്റ്റോറുകളിൽ ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോ ഇന്ത്യൻ സാധനങ്ങള്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യമാണ്, ഇപ്പോ ഈ ഗ്രേറ്റ് ഇന്ത്യ അല്ലെങ്കിൽ സ്വദേശി ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്നലെയാണെന്ന് തോന്നുന്നു അഹമ്മദാബാദില് മാരുതി സുസുക്കിയുടെ ഒരു ഇലക്ട്രിക് കാർ പ്ലാന്റ്, ബാറ്ററിയുടെ ഒരു പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഒരു 100 രാജ്യങ്ങളിലേക്ക് ഇലക്ട്രിക് കാറിന്റെ ബാറ്ററി കയറ്റിയേക്കുന്ന, ഈവൻ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇലക്ട്രിക് കാറിന്റെ ബാറ്ററി കയറ്റിയേക്കുന്ന ഒരു വലിയൊരു പ്ലാന്റ് ആണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അവര് അതൊക്കെ അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഈ താരിഫിനെ എന്താ പറയാ മത്സരിക്കുന്നത്, അതായത് ഈ ഒരു ഇതുമായിട്ട് മത്സരിക്കുന്നത് എന്നുള്ള ഒരു ഇതാണ് അവർ പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരെയോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പത്തിനെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ താരിഫ് അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP-യോ ഇതൊക്കെ എങ്ങനെ ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളത് ഈ പറഞ്ഞ പിന്നെ എന്താ പറയാ ഒരു സ്ട്രാറ്റജി ഒരു പ്ലാൻ ആയിട്ടോ അല്ലെങ്കിൽ നെഗോസിയേഷൻ ടേബിളിലേക്ക് ഇത് വരുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എവിടെ വരെ എത്തി എന്നുള്ളതിനെ കുറിച്ച്. ഷാജി, ഇതിന്റെ അകത്ത് ഒറ്റ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം അമേരിക്കയിൽ എല്ലായിടത്തും ഒരു 10-60 ബ്രാഞ്ചുകളുള്ള പട്ടേൽ ബ്രദേഴ്സ് എന്ന് പറയുന്ന വാൾമാർട്ടിനെ പോലെയുള്ള വലിയ സൈസിലുള്ള ഒരു പട്ടേൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് നമ്മൾ എടുക്കുക. അവരുടെ ഒരറ്റം തൊട്ട് അവരുടെ ഓരോ അയലിലുള്ള പ്രോഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആയിരിക്കും. ആ വെജിറ്റബിൾസ് കൂടുതലും വരുന്നത് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ, ഇപ്പം ഇവിടുത്തെ കുറെ പ്രോഡക്റ്റുകൾ ഉണ്ടാവും, പൊട്ടറ്റോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവൻ ഒനിയൻ പോലും ഈ സാധനങ്ങളൊക്കെ ഇന്ത്യൻ പ്രോഡക്റ്റ്, അതായത് സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്ന വിലക്കുറവുള്ള വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പൊട്ടറ്റോ പോലെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അമേരിക്കൻ പ്രോഡക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ബാക്കി ഓരോ സെഗ്മെന്റ്, ഈവൻ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന തന്നെ ഒരു വലിയ അയലുണ്ട്. അപ്പൊ അതുപോലെയുള്ള ആ സ്റ്റോറിലെ മുഴുവൻ പ്രോഡക്റ്റും
ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ശ്രീലങ്ക, ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. അവിടെയാണ് ഈ വിലക്കയറ്റം നമ്മളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ മെയിൻ സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സാറ്റലൈറ്റ് കമ്പനികൾ, സാറ്റലൈറ്റ് റിസീവേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ സാറ്റലൈറ്റ് റിസീവർ ഒക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, ഇപ്പൊ IP പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. ആ ഇലക്ട്രോണിക് ഐറ്റംസ് വരുന്നത് ചൈനയുടെ പ്രോഡക്റ്റ് ഉണ്ട്, ഇന്ത്യയുടെ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ പൊതുവായിട്ട് നമ്മൾ ഈ പറയണത് ഇത് ഇന്ത്യക്ക് മാത്രം ബാധകമാകുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മളെ ഇന്ത്യൻ പ്രോഡക്റ്റിന് മാത്രമല്ല, അല്ലാതെയുള്ള പ്രോഡക്റ്റിനും ഇവിടെ നല്ല കാര്യമായിട്ടുള്ള ഒരു വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ഈ വിലക്കയറ്റം ഇതിനെ എങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മില്യൺ അല്ല 50 മില്യൺ നമ്മുടെ ട്രഷറിലേക്കൊന്നും 50 മില്യൺ ബില്യന്റെ ഒന്നും ഒരു ഇൻകം അല്ല ഇതിന്റെ ഒരു ഇമ്പാക്ട് വരുന്നത്. അത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഇവിടുത്തെ ഇതിൽ നിന്ന് ഒലിച്ചു പോകുന്ന ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിനെയും കൂടെ ഈ ഗവൺമെന്റ് ടാലി ചെയ്യണ്ടേ. അതായത് ഒരു ഇലക്ഷൻ ക്യാമ്പയിന്റെ ഇത് വെച്ചിട്ട് അല്ലെ വേറെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ ട്രംപ് സർക്കാർ എടുക്കുന്ന പല പരിപാടികളും അത് ഈ രാജ്യത്തിന് തന്നെ ദ്രോഹമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിൽ കാണുന്ന ഒരു കാര്യം. ഷാജ, ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? ഈ നമ്മുടെ ഡോളർ ഏറ്റവും റെക്കോർഡ് ലെവലിലാണ് ഇന്ത്യ ആയിട്ടുള്ളതിൽ. ഇന്ന് എനിക്ക് തോന്നുന്നു 87-80 ഇന്ന് പോകുന്നത്. അതും ഇതിന്റെ അകത്ത് വലിയൊരു ഘടകമാണ്. ഇതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. റെക്കോർഡ് താഴ്ചയിലാണ് രൂപയുമായിട്ടുള്ള വിനിമയ നിരക്കിൽ പോകുന്നത്. അതാണ് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ അമേരിക്കൻ ഡോളറിനെ തകർക്കാനായിട്ട് ഏതൊരു ശക്തി ശ്രമിച്ചാലും US ഗവൺമെന്റ് അത് സമ്മതിക്കില്ല. അവരത് എന്ത് വില കൊടുത്ത് നേരിടും. അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള എനിക്ക് തോന്നുന്ന ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ബ്രിക്സ് കറൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഇന്ത്യയുടെ ഒരു നിലപാട് വളരെ ഷെയ്ഡി ആയിരുന്നു. അവരതിനകത്തൊരു സ്ട്രോങ് നിലപാടെടുത്തില്ല. അമേരിക്കൻ ഗവൺമെന്റ് എന്നതിനപ്പുറത്തായിട്ട് പ്രത്യേകിച്ച് ട്രംപിനെ പോലെ 24 മണിക്കൂറും അമേരിക്ക ഫസ്റ്റ്, ഡോളർ, സ്ട്രോങ് ഡോളർ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് ഡോളറിനെ തകർക്കുന്ന രീതിയിൽ ആരെങ്കിലും ഒരു നീക്കം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരത് വെച്ചു പൊറപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം അതും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുവാനായിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്തായാലും സമ്മതിക്കില്ല. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ഇഷ്യൂസ് വന്നാലും ഡെഫിനറ്റ്ലി അതിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് അവർ കണ്ടെത്തേണ്ടി വരും. അതിനകത്തിൽ ഒരു പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പിന്നെ ഈ അധിക ബാധ്യത, സാധാരണ ജനത്തിന്റെ മേലുള്ള അധിക ബാധ്യത വരുന്നു എന്ന് പറയുന്നത് ഓവർകം ചെയ്യാനായിട്ടാണ് അടുത്ത വർഷത്തെ പുതിയ ടാക്സ് റൂളിനകത്തില് ഒരു ആവറേജ് ഫാമിലിക്ക് മോർ ദാൻ $10,000 റവന്യൂ ഇൻക്രീസ് ഉണ്ടാകുന്ന നിരത്തിലുള്ള ഒരു ടാക്സ് പ്ലാൻ ആണ് പുതിയ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പ്രകാരം വന്നേക്കുന്നത്. അത് ഡെഫിനറ്റ്ലി പേ ചെക്കിനകത്തിൽ അത് പ്രതിബന്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഇനി ടാക്സബിലിറ്റി വരുമ്പോൾ അതിനകത്തിൽ കഴിഞ്ഞ വർഷം കൊടുത്തതിനെക്കാട്ടിൽ കുറവ് ടാക്സ് നമുക്ക് വരികയുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അങ്ങോട്ട് ടാക്സ് കൊടുക്കുന്നതാണ്. നമുക്ക് എത്ര നോക്കിയാലും നമ്മൾ അങ്ങോട്ട് ടാക്സ് കൊടുക്കുന്നവരാണ് അല്ലേ. നമ്മള് ഒരു പേ ചെക്കിലൊക്കെ 2000-3000 രൂപയൊക്കെയാണ് നമുക്ക് ടാക്സ് ഒക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അത് ഇപ്പൊ കുറയുന്നു എന്ന് പറയുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഒരു 150,000 വരെ ഉണ്ടാക്കുന്ന ആളുകൾക്ക്, ഞാനത് 200-250 ഒക്കെ ആയിട്ട് പുള്ളി റേസ് ചെയ്യട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. കാരണം എന്നാലേ ഒരു അത്യാവശ്യം എല്ലാവർക്കും ഒക്കെ എന്തെങ്കിലും ബെനിഫിറ്റ് ആകത്തുള്ളൂ. ഒരു 150 വരെ മലയാളികൾക്കും അല്ലെങ്കിൽ ജിൻസിനൊക്കെ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു മിനിമം ഒരു 350-400 എങ്കിലും ഒക്കെ ആക്കണം. 500,000 ആക്കേണ്ടി വരും. അല്ല, ഇത് 300 എങ്കിലും ആക്കി. അല്ല, ഇത് ഒരു കാര്യം വളരെ കൃത്യമായിട്ടുണ്ട്. കാരണം ട്രംപിന്റെ ആദ്യത്തെ ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് നമ്മൾ മിഡിൽ ക്ലാസ്സിനെ അല്ലെങ്കിൽ നമ്മള് ഈ വർക്കിംഗ് ക്ലാസ്സിനെ ബെനിഫിറ്റ് തരും എന്ന് പറഞ്ഞിട്ട് മിഡിൽ ക്ലാസ്സിന് നല്ലൊരു പണിയാണ് കൊടുത്തത്. അതായത് നമ്മുടെ ഈ ടാക്സ് സീലിംഗിൽ നമുക്ക് എക്സ്ട്രാ തള്ളാമായിരുന്ന അൺലിമിറ്റഡ് ആയിട്ടുണ്ടായിരുന്ന അത് 30,000-40,000 ഒക്കെ, സാധാരണ ഒരു ഫാമിലിയിൽ 40,000 നമ്മൾ കൊടുക്കുന്ന ചാരിറ്റിയും മോർഗേജ് ടാക്സും ഇൻഷുറൻസും അതൊക്കെ അങ്ങനെ എഴുതിത്തള്ളാമായിരുന്ന
കാര്യങ്ങളെല്ലാം കൂടെ പുള്ളി 10,000 രൂപ കൊണ്ടുപോയി സീൽ ചെയ്തു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു മോർഗേജ് ഇൻട്രസ്റ്റ് തന്നെ എത്രയാണ് വരുന്നത്? അത് അവിടെ ഒരു വലിയ വ്യത്യാസമാണ് ഒന്നാം സർക്കാർ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ടാക്സ് ആർക്ക് കൊടുത്തു? കൂട്ടിക്കൊടുത്തു. ഇവിടുത്തെ അപ്പർ ക്ലാസ്, ഇവിടുത്തെ ബിസിനസ്സുകാർക്ക്, കോർപ്പറേറ്റുകൾക്ക് കുറച്ചു കൊടുത്തു. അതുകൊണ്ട് ആ രീതി തന്നെ ഇനി മനുഷ്യനെ പറഞ്ഞു പറ്റിക്കാന്ന് വിചാരിക്കരുത്. ഈ വക ഉടായ്പ നമ്പറുകളുമായിട്ടാണ് നമ്മുടെ പ്രസിഡന്റ് ഇറങ്ങണമെങ്കിൽ ഇനി ഒരു 3 വർഷം കൂടെ മനുഷ്യൻ മുണ്ട് മുറുക്കി എടുത്ത് ഇവിടെ കഴിയുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അമേരിക്കയിൽ കിട്ടുന്നത് ഇപ്പൊ ഷാജൻ പറഞ്ഞ പോലെ എങ്ങനെ വന്നാലും നമ്മുടെ മലയാളി ഫാമിലികളുടെ ആവറേജ് ഒരു ഫാമിലി ഇൻകം എന്ന് പറയുന്നത് ഒരു 200-250 ആണ്. അപ്പം അതിന് മേളിൽ ഒരു ഇൻക്രീസ് തരികയും ഒരു ടാക്സ് കുറച്ച് ബെനിഫിറ്റ് അടുത്ത ടാക്സ് റിട്ടേണിലെങ്കിലും ഈ പറച്ചിലെല്ലാം പറഞ്ഞിട്ട് അവസാനം കോർപ്പറേറ്റുകൾക്ക് മാത്രമായിട്ട് കൊണ്ടുപോയുള്ള ലാഭം ഉണ്ടാക്കി ഡിഫറൻസ് കാണാൻ തുടങ്ങി. ഇല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വീണ്ടും നമുക്കിപ്പോ പുതിയൊരു ട്രെൻഡ് ഉണ്ട്. നാട്ടിൽ നിന്ന് ഇപ്പോ ഈ ഫെഡെക്സിലേക്ക് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് അയക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലേക്കും ഒക്കെ എല്ലാവരും അയക്കുന്നുണ്ട്. അതിന് ഈ താരിഫിനെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം അതിപ്പോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. കുക്ക്ഡ് ഫുഡ് മാത്രമല്ല, അതില് ആ പാക്കറ്റിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക്ഡ് ഫുഡ് ഇൻക്ലൂഡിങ് പിന്നെ ടെക്സ്റ്റൈൽസ് വരുന്നുണ്ട്, ഗാർമെന്റ്സ് വരുന്നുണ്ട് അതില്. പിന്നെ കൂടാതെ പാക്കറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് ഫെഡെക്സിലാണെങ്കിലും അല്ലാതെയുള്ള DHL പോലെയുള്ള പിന്നെ കൊറിയർ സർവീസുകളിലൊക്കെ വരുന്നത്. അപ്പൊ അതിന് ഒരു പാക്കറ്റിന് ഡിപ്പെൻഡ് ഓൺ ദ കൊറിയർ സർവീസ് ഒരു പാക്കറ്റിന് 8,000 റുപ്പീസ് അപ് ടു 19,000 വരെ ആകുന്നുണ്ട്. അതിപ്പോ ഒരു ട്രെൻഡ് ആയിട്ട് ഇപ്പൊ പലരും അങ്ങനെ കയറ്റി അയക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ഒരു ഡൊമസ്റ്റിക് സർവീസിന് ഒരു ലഗേജ് മാത്രം ആയത് കാരണം ആൾക്കാർ അങ്ങനെ അയക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് നിർത്തലാക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. കാരണം ഈ ഒരു താരിഫ് നിലവിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു ഇതില് മിക്കവാറും അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ തപാൽ വകുപ്പ് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റൽ സർവീസ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് മിക്കവാറും അവിടെയും അതിനൊരു തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. എന്തായാലും ഈ യുദ്ധം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇത് വളരെ അമിക്കബിൾ ആയിട്ട് രണ്ട് രാജ്യങ്ങൾക്കും വലിയ ദോഷമുണ്ടാകാതെ ഈ ഒരു വിഷയം പരിഹരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഈ ആഗ്രഹിക്കാം. നന്ദി. നമസ്കാരം.